കോഴിക്കോട്ട് നിന്ന് ബംഗളൂരുവിലേക്ക് പുറപ്പെട്ട നവകേരള ബസ്സിൻ്റെ ഡോർ തകരാർ പരിഹരിച്ചു. ഇന്ന് വെളുപ്പിന് യാത്ര ആരംഭിച്ചപ്പോൾ ഡോർ തന്നെ തുറന്നു പോകുന്ന ഒരു അപകടം ഉണ്ടായിരുന്നു. അത് ഡോർ കെട്ടിവെച്ചാണ് മുന്നോട്ട് ഓടിയത്. എന്നാൽ സുൽത്താൻ ബത്തേരിയിൽ വെച്ച് തകരാർ പരിഹരിച്ച വണ്ടി മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വാർത്ത. അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങളും വായിച്ചിരുന്നു. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്, പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. നവകേരള ബസിന്റെ വാതിലിന്റെ തകരാർ പരിഹരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ബത്തേരിയിലെ ഡിപ്പോയിലെത്തിയാണ് നിലവിൽ ഈ പ്രശ്നം പരിഹരിച്ചിട്ടുള്ളത്. രാവിലെ 4 മണിക്കായിരുന്നു ബസ് കോഴിക്കോട് ബംഗളൂരു റൂട്ടിലുള്ള ബസിന്റെ ആദ്യ സർവീസ് ഇവിടെ നിന്ന് തുടങ്ങാൻ പദ്ധതിയിട്ടിരുന്നത്. അല്പം വൈകി 4:30 പിന്നിട്ടപ്പോഴാണ് ബസിന്റെ യാത്ര തുടങ്ങിയത്. അതിനുശേഷമാണ് ഈ ഒരു പ്രശ്നം ഈ യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവർ ഉടൻ തന്നെ കണ്ടക്ടറോട് ഈ വിവരം അറിയിച്ചു. പ്രധാനപ്പെട്ട കാര്യം, ഈ കണ്ടക്ടറും ഡ്രൈവറും ഈ ബസ് പുതിയതായാണ് ഈ ബസ്സിലേക്ക് ജോലിക്കായി എത്തുന്നത്. നേരത്തെ ഈ നവകേരള സമയത്ത് ഈ ബസ്സിലുണ്ടായിരുന്ന ജീവനക്കാരല്ല ഇപ്പോൾ ഉള്ളത്. അതിനാൽ തന്നെ ഈ ബസ്സുമായി അവർ പരിചരിച്ചു വരുന്നതേ ഉള്ളൂ. അതാണ് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ കാലതാമസം എടുത്തത് എന്നുള്ളതാണ് ഈ KSRTCയുടെ ഭാഗത്തു നിന്നുള്ളവർ അറിയിക്കുന്നത്. ഏതായാലും ഈ പ്രശ്നം ആദ്യം ഈ താമരശ്ശേരിയിലാണ് ആദ്യ സ്റ്റോപ്പ്. അവിടെ എത്തി പരിഹരിക്കാനുള്ള ഒരു ശ്രമം നടത്തി, പക്ഷേ വിജയിച്ചില്ല. അതിന് പിന്നാലെയാണ് കൽപ്പറ്റയ്ക്കപ്പുറം സുൽത്താൻ ബത്തേരിയിലെ ബസിന്റെ 3ാമത്തെ സ്റ്റോപ്പിൽ ഈ പ്രശ്നം പരിഹരിച്ചത്. ഹൈഡ്രോളിക് വാതിലാണ് ചില പ്രശ്നങ്ങൾ. ഈ ബസിന്റെ തുടക്കത്തിൽ ഈ ബസ് പുറപ്പെടുന്ന സമയത്ത് എമർജൻസി ബട്ടൺ ചിലർ അമർത്തിയതാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണം എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഏതായാലും ഈ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. ബസ് അതിന്റെ യാത്ര തുടരുകയാണ്. സുൽത്താൻ ബത്തേരി പിന്നിട്ടു. അടുത്ത സ്റ്റോപ്പ് മൈസൂരുവാണ്. അതിനുശേഷം 11:35 ബസ് ബംഗളൂരുവിലെ ശാന്തിനഗറിൽ എത്തിച്ചേരും. ഓക്കെ, താങ്ക് യു അഭിജിത്ത്.